ഇനി ഈ കേരള കോൺഗ്രസ് എം അനിവാര്യമല്ലെന്ന് UDF കോട്ടയം ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യു പറഞ്ഞു. ജില്ലയിൽ UDF ഭദ്രമാണ്. ജില്ലയിലെ മുന്നണി നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനം ആവശ്യപ്പെടുന്നില്ലെന്നും ഫിൽസൺ മാത്യു പറഞ്ഞു. കേൾക്കാം. UDF ഇപ്പോൾ വളരെ ഭദ്രമാണ് കോട്ടയം ജില്ലയിൽ. 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ പല മേഖലകളിലും UDFിലെ കക്ഷികൾ തമ്മിൽ മത്സരിച്ചിരുന്നു. കക്ഷികൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നു, റിബലുകളുണ്ടായിരുന്നു. ഇത്തവണ നിങ്ങൾക്ക് ഒരിടത്തുനിന്ന് പോലും തരി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സന്നദ്ധമാണ്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ചർച്ചകളിൽ അതില്ല. കേരള കോൺഗ്രസ് എം എന്നോ മറ്റൊരു പാർട്ടിയെന്നോ ഒന്നും ചർച്ച ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം ജില്ലയിലല്ല. ജില്ലാ UDFന് അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. ജില്ലാ UDF അതിനെ ആവശ്യപ്പെടുന്നുമില്ല. അഖിൽ കെ ചേരുന്നു. ഇതാണ് അഖിൽ. എന്തായാലും ജില്ലയിൽ UDF ഭദ്രമാണ്. അവിടെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഒരാവശ്യവുമില്ലെന്ന് പറയുകയാണല്ലേ പ്രധാനപ്പെട്ട നേതാവ്? റോഷി, തീർച്ചയായും ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ ജില്ലയിലെ കോൺഗ്രസിന്റെയും ആയാലും ശരി UDFന്റെ ആയാലും ശരി നേതാക്കളുടെയൊക്കെ ഒരു പൊതുവികാരം അല്ലെങ്കിൽ പൊതു അഭിപ്രായം തന്നെയാണ് ഇത്തരത്തിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്കുള്ള പ്രവേശനം അത് അനിവാര്യമല്ല എന്നൊരു നിലപാട് തന്നെയാണ് കേരള കോൺഗ്രസ് ഈ ഇത്തരത്തിൽ കോട്ടയം ജില്ലയിൽ UDFന്റെ നേതാക്കളുടെ ആയാലും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം മോൻസ് ജോസഫ് ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരുന്നു. കേരള കോൺഗ്രസ് എം ഒരു പാർട്ടിയല്ല, പൊട്ടിപ്പൊളിഞ്ഞ പാർട്ടിയാണെന്ന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴെന്തായാലും ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് അനിവാര്യമല്ല എന്ന നിലയിലൊരു പ്രതികരണം തന്നെയാണ് എന്തായാലും ഈ ഫിൽസൺ ജോസഫും നടത്തിയിരിക്കുന്നത്. കാരണം കോട്ടയം ജില്ലയിലെ അടിത്തറ കെട്ടി വലിയ രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വലിയ വിജയം നേടാൻ UDFനായിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം പോയതിനു ശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒഴിപ്പ് മറ്റ് എല്ലാ തെരഞ്ഞെടുപ്പിലും ശക്തമായ പോരാട്ടം അല്ലെങ്കിൽ കൃത്യമായ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിയും ആവർത്തിക്കാൻ കഴിയും. അതിൽ കേരള കോൺഗ്രസ് എം വരേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് നേതാക്കൾ സ്വീകരിച്ചു വരുന്നത്. കാരണം ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തിരിച്ചടി നേരിട്ടത് ഏറ്റവും പ്രധാനമായും കേരള കോൺഗ്രസ് എമ്മിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം. അതിൽ ഇനി നേതൃത്വം, അതായത് സംസ്ഥാന നേതൃത്വമാണ് അല്ലെങ്കിൽ സംസ്ഥാന UDF നേതൃത്വമാണ് ഇതിലൊരു തീരുമാനം ആർക്കൊപ്പം അല്ലെങ്കിൽ എടുക്കണോ വേണ്ടോ തീരുമാനം അവസാന നിമിഷത്തിൽ എടുക്കേണ്ടി വരിക. അത്തരത്തിൽ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായ അഭിപ്രായം നൽകുമെന്ന വിവരം കൂടി UDF പറയുന്നുണ്ട്. പക്ഷേ എടുക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ ഇല്ല എന്നൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. റോഷ്നി, ശരി അഖിൽ, വ്യക്തമാണ്. അപ്പോൾ എതിർഭാഗത്ത് നിന്ന് ഉയരുന്ന സ്വരങ്ങൾ ഇങ്ങനെയാകുമ്പോൾ